നമുക്കറിയാം നിങ്ങളുടെ കണ്ണുകൾ ആരെയാണ് തിരിയുന്നതെന്ന്. വിഷമിക്കാതിരിക്കൂ. നമ്മുടെ 3 മക്കളും സുരക്ഷിതരാണ്. അവരെവിടെയാണിപ്പോ? അങ്ങയുടെ കൂടെ മടങ്ങി വന്നില്ലല്ലോ. നമ്മുടെ 3 മക്കളും സുരക്ഷിതരാണ്. പിന്നെ അമീറും. പക്ഷേ ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഇത്രമാത്രം മനസ്സിലാക്കുക. ഒരു പ്രിയ മിത്രത്തിന്റെ സഹായത്താൽ അമീറിനെ രക്ഷിച്ചുവെന്ന്. അങ്ങനെ ഏത് വലിയ സുഹൃത്തിനാണ് അങ്ങേക്ക് ലഭിച്ചത് പിതാശ്രീ? അപ്രകാരം അങ്ങനെ എന്ത് മായാണ് അയാൾ പ്രയോഗിച്ചത്? നാം ഇപ്പോ വളരെ ക്ഷീണിതനാണ് ഭഗവാൻ ദാസ്. അല്പം വിശ്രമിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. പക്ഷേ നമ്മുടെ 3 ജ്യേഷ്ഠന്മാരും തിരികെ വരും അമ്മേ. തീർച്ചയായും വരും. സത്യമാണോ ജോധ? നിന്റെ ജ്യേഷ്ഠന്മാർ? അതേ ജ്യേഷ്ഠത്തി, പൂർണ്ണ ആരോഗ്യത്തോടെ അവര് തിരികെ വരും. നാം പറഞ്ഞില്ലേ അച്ഛൻ എല്ലാത്തിനും വഴിയുണ്ടാക്കുമെന്ന്. പക്ഷെ ജോധ, ഞാൻ കേട്ടിട്ടുണ്ട് മുഗളന്മാർ കൃത്യമായ വില വസൂലാക്കാതെ ആർക്കും ഒന്നും നൽകില്ലെന്ന്. നിന്റെ ജ്യേഷ്ഠന്മാരെ വെറുതെ വിടാൻ ഉറപ്പായും വളരെ വലിയ വില ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അവരെത്ര വലിയ വിലയാണ് ചോദിച്ചതെങ്കിലും അത് നമ്മുടെ ജ്യേഷ്ഠന്മാരെക്കാളും അമീറിന്റെ സുരക്ഷയെക്കാളും വലുതൊന്നും ആകില്ല. നമുക്ക് നമ്മുടെ പിതാശ്രീയിൽ അഭിമാനമുണ്ട്. അദ്ദേഹം ആ വിശ്വാസത്തെ തകരാൻ അനുവദിച്ചില്ല. അമീറിന്റെ പ്രജകൾക്കുള്ള അങ്ങയുടെ ലീലകൾ അമ്മ യശോദ പോലും ഒരിക്കലും മനസ്സിലാക്കില്ല. നാം ഒരു വെറും മനുഷ്യ സ്ത്രീയല്ലേ. എന്റെ കണ്ണ, അങ്ങയുടെ കൃപ എപ്പോഴും എന്നിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും അങ്ങിൽ ഉണ്ടായിരിക്കും ഷഹൻഷാ. എല്ലാം മാറാനുള്ള നേരം വന്നിരിക്കുന്നു. വരാനുള്ള സമയത്ത് അങ്ങയുടെ പേര് ആഗ്രയിൽ മാത്രമല്ല ഹിന്ദുസ്ഥാനിൽ മുഴുവൻ അലയടിക്കുന്നതാണ്. ശൂരവീരന്മാരുടെ ശിരസ് പോലെ അമീറിന്റെ അഭിമാനവും ഉയർന്നു നിൽക്കാൻ ഇടയാകണം. ആരമീറിന് നേരെ നോക്കിയാലും എപ്പോഴും കണ്ണുകൾ ഉയർത്തി നോക്കണം. നമ്മുടെ ദൃഷ്ടി എപ്പോഴും മുഴുവൻ ഹിന്ദുസ്ഥാനിൽ തന്നെയാണ് ബാബ. നാം സമയം മാറാനായി കാത്തു നിൽക്കാറില്ല. നാം നമ്മുടെ വിധി സ്വയം എഴുതുന്നു. ഹിന്ദുസ്ഥാന്റെ നെറുകയിൽ നമ്മുടെ നാമവും. നാം ഇന്നുവരെ ചെയ്തതെല്ലാം തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോ സംഭവിച്ചത് എന്താണോ, ഇനി സംഭവിക്കുന്നത് എന്താണോ, രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ജലാൽ. എന്ന് വെച്ചാൽ ഇന്ന് വരെ അങ്ങ് ചെയ്തതെല്ലാം ഏതൊരു ബാദുഷയും ചെയ്യുന്നതാണ്. ഓരോ ബാദുഷയും ലോകത്തെ തന്നെ കീഴടക്കാൻ മോഹിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അങ്ങയുടെ സ്വന്തം ലോകം തന്നെ മാറിപ്പോകുന്നതാണ്. അങ്ങ് അങ്ങനെ ഒരു കാൽവെപ്പ് നടത്തുമ്പോൾ അതിലൂടെ മുഗൾ വംശത്തിന് മുഴുവൻ കാര്യമായ മാറ്റം തന്നെ സംഭവിക്കും. അപ്പോൾ അങ്ങേക്ക് ഇക്കാര്യം മനസ്സിലാകും. ഇപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിൽ അങ്ങയുടേതല്ല, പടച്ചവന്റെ അത്ഭുതമാണ് ഒളിഞ്ഞിരിക്കുന്നത്. എല്ലാം അങ്ങയുടെ ഇഷ്ടം തന്നെയാണ് കണ്ണ. നാം എന്ത് ചെയ്യുമ്പോഴും അത് നാമാണ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. എന്നാൽ അതിന് പിന്നിൽ അങ്ങയുടെ ആഗ്രഹവും അങ്ങയുടെ ലക്ഷ്യവുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മോട് ക്ഷമിച്ചാലും കണ്ണ, ഇനി ഒരിക്കലും നാം അങ്ങേ പരീക്ഷിക്കണമെന്ന കാര്യം പറയുകയില്ല. ഒരിക്കലുമില്ല. ഹറാം പിറന്ന സ്ത്രീയെ,
ഇവൾ നമ്മുടെ നിസ്കാരത്തിന് തടസ്സമുണ്ടാക്കി. ഇവൾക്ക് 50 ചാട്ടവാറടി നൽകുക. കൈ കൂപ്പിയത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ ഞാൻ നിന്നോട് ക്ഷമിക്കുകയോ നിന്റെ ഭഗവാൻ നിന്നെ രക്ഷിക്കുകയോ ഇല്ല. മനസ്സിലായോ? ഭഗവാൻ അല്ലെങ്കിൽ പടച്ചവൻ, ഖുറാനിലും ഇത് എഴുതിയിട്ടുണ്ടല്ലോ. ആരുടെ മേലാണോ അനീതി നടക്കുന്നത് അയാളെ രക്ഷിക്കാൻ ഭഗവാൻ തന്നെ വരുമെന്ന്. ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഇത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? അവിടെ നിന്ന് കേൾക്കൂ, ഈ സ്ത്രീ എന്നോട് ഖുറാനെ കുറിച്ച് അവിടെ നിന്ന് കേൾക്കൂ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വാർത്ത ഇത് കേൾക്കുമ്പോൾ അവിടത്തേക്ക് വളരെയധികം സന്തോഷമാകും. സെഹൻ ഷാമീറിലെ രാജകുമാരി ജ്യോതയെ നിക്കാഹ് കഴിക്കാൻ പോകുന്നു. ദേ കണ്ടില്ലേ, അദ്ദേഹം വന്നു കഴിഞ്ഞു. നിങ്ങളുടെ പടച്ചവനായാലും ഞങ്ങളുടെ ഭഗവാനായാലും വീരനായാലും ഭീരുവായാലും പൂജാരിയായാലും ഫക്കീറായാലും എനിക്ക് മേൽ നടക്കുന്ന അന്യായത്തെ തടയാനായി അദ്ദേഹം വരുന്നു. മിണ്ടരുത്. മഹാമംഗയെ എതിർത്ത് സംസാരിക്കാൻ ധൈര്യം കാണിച്ച നിനക്ക് ശിക്ഷ കിട്ടും. ഇപ്പൊ നിങ്ങളുടെ അഹങ്കാരമായി ഇല്ലാതാകാൻ പോകുന്നത്. ഇനി മുതൽ നിങ്ങൾക്കൊരു ഹിന്ദു റാണിയോട് സലാം പറയേണ്ടതായിട്ട് വരും. ഇവളെ പോകാൻ അനുവദിക്കൂ. അവിടുന്ന് ഇവളെ ജീവനോടെ വിട്ടോ? രേഷം, എനിക്ക് ദാസിമാരുമായി ഒരു ബന്ധവുമില്ല. ഞാൻ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദു ദാസിമാരുടെ ആ പ്രതീക്ഷയാണ്. നിനക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു പെണ്ണ് ഷെഹൻഷായുടെ ബീഗമായി വന്നിട്ട് എന്നിൽ നിന്നും സലാം സ്വീകരിക്കുമെന്ന്? ഞാൻ ഈ ഹിന്ദു ദാസിമാർക്ക് മനസ്സിലാക്കി കൊടുക്കും ആരുടെ ഉത്തരവാണ് പാലിക്കപ്പെടുക എന്ന്. രേഷം, ഇപ്പോൾ നമ്മുടെ ചിന്തകൾ ആദ്യം ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എത്രയും വേഗത്തിൽ നമുക്ക് വകവരുത്താനാവൂ ആ ഹിന്ദു പെൺകുട്ടിയെ. അവളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ജ്യോത. ജോധ. ഈ ഹിന്ദു ബീഗത്തെ ഞാനൊരു ജോലിക്കാരിയാക്കി മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പേര് മഹാമംഗ എന്നായിരിക്കില്ല. നിങ്ങളോടെല്ലാം വളരെ മഹത്വമേറിയ ഒരു കാര്യം പറയുവാനുണ്ട്. അതിനായാണ് നിങ്ങളെല്ലാം വിളിപ്പിച്ചത്. അത്ര പ്രാധാന്യമുള്ള കാര്യമാണെങ്കിൽ നാം ഇപ്പൊ തന്നെ സുകന്യയെ ശിവാനിയെ ജ്യോതിയും കൂടി വിളിക്കട്ടെ മഹാരാജാവേ. വേണ്ട മഹാറാണി, നാം ഇപ്പോൾ നിങ്ങളോടെല്ലാം പറയാൻ പോകുന്ന കാര്യം അതിപ്പോൾ നമ്മുടെ പെൺമക്കൾ അറിയണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല. ശരിയായ അവസരം വരുമ്പോൾ നാം തന്നെ അവരോടത് പറഞ്ഞുകൊള്ളാം. കാര്യം ഇതാണ്. മുഗളന്മാരിൽ നിന്ന് അമീറിനെയും സ്വന്തം മക്കളെയും പിന്നെ സൈനികരെയും രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. അല്ല, എന്ത് വിലയാണ് പിതാശ്രീ? അമീറിനെയും മക്കളെയും സുരക്ഷിതരാക്കുന്നതിന് നമ്മൾ മുഗൾ വംശവുമായി ബന്ധം സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. മുഗളന്മാരുമായി ബന്ധമോ? ഇതെങ്ങനെ സംഭവ്യമാകും? നാം അവരുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായിട്ടാണ് ഇത് കുടുംബപരമാണ്, പിന്നെ വൈവാഹികവും. ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇപ്പോൾ സംഭവിക്കും. നമ്മുടെ ഗ്രഹത്തിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ പല്ലക്ക് മുഗളന്മാരുടെ ഗ്രഹത്തിലേക്ക് പോകും. നാം ജോധയുടെ വിവാഹം മുഗൾ വംശത്തിന്റെ ഷഹൻഷാ ആയ ജലാലുദ്ദീൻ മുഹമ്മദുമായി നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. നിന്റെ ജ്യോത മുഗളന്മാരുടെ ഗൃഹത്തിലേക്ക് പോകും. അതാണ് സംഭവിക്കുക. അതു മാത്രമേ സംഭവിക്കുള്ളൂ. ഭാർമൽ, ഇതൊക്കെ എന്താണ്? ഇല്ലമ്മേ, മറ്റൊരു വഴിയും അവശേഷിക്കുന്നില്ല, മറ്റൊരു തീരുമാനവും. നാം ഈ തീരുമാനമെടുത്തത് ജോധയുടെ പിതാവായിട്ടല്ല, ഒരു മഹാരാജാവെന്ന നിലയിലാണ്. നമുക്കറിയാം ജോധ ഈ ബന്ധം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ നാം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, ഇത് നമ്മുടെ ഉത്തരവാണ്.
ശരിയായ സമയം എപ്പോൾ വരുന്നുവോ അതുവരെ ജോധയോട് ആരും ഒന്നും പറയാൻ പാടില്ല. ശരിയായ സമയം വരുമ്പോൾ നാം തന്നെ ഇതവളെ അറിയിക്കുന്നതായിരിക്കും. മഹാറാണി, മീനാവതി, വേഗം കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോകൂ. പെട്ടെന്ന് രാജവൈദ്യനെ വിളിക്കൂ. വേഗം. സൂക്ഷിച്ചു പോണേ. അമീറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്നിട്ട് ആ അഭിമാനം ഇപ്പോൾ മുഗളന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിതാശ്രീ, ജ്യോതിയുടെ കാര്യം പിന്നീട് തീരുമാനിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ സമ്മതമല്ല ഞങ്ങൾക്കാർക്കും. യുവരാജാവ് പറഞ്ഞത് ശരിയാണ്. മഹാരാജാവേ, അമീറിന്റെ അഭിമാനം കയ്യിലെടുക്കാൻ മറ്റാർക്കും അവകാശമില്ല. അമീറിന്റെ മഹാരാജാവിന് പോലും ഇല്ല. മുഗളന്മാരുമായുള്ള യുദ്ധം ഒഴിവാക്കാൻ മാർഗം ഇതാണെങ്കിൽ യുദ്ധം നടക്കും, അങ്ങേക്കും ഞങ്ങൾക്കും തമ്മിൽ. അങ്ങയുടെ ഈ തീരുമാനം അങ്ങയുടെ പ്രജകൾ പോലും മാനിക്കില്ല. എല്ലാ രജപുത്രന്മാരും അങ്ങേക്ക് എതിരായി വരും മഹാരാജൻ. അഥവാ ഈ ബന്ധം നടന്നാൽ അങ്ങേക്ക് അങ്ങയുടെ മറ്റെല്ലാ ബന്ധങ്ങളും ഒഴിവാക്കേണ്ടി വരും മഹാരാജൻ. ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു തീരുമാനം എടുക്കേണ്ടതായി വരും. പിതാശ്രീ, അങ്ങ് എന്താണ് ഈ കാട്ടിയത്? ഒരു രാജാവിന്റെ ധർമ്മം അങ്ങ് പാലിച്ചു. പക്ഷെ ഒരു അച്ഛന്റെ ധർമ്മം, അതിന്റെ കാര്യമോ അങ്ങക്ക് വളരെ നന്നായിട്ട് അറിയാം. അതായത് ജോധ ജലാലുദ്ദീൻ മുഹമ്മദിനെ എത്രമാത്രം വെറുക്കുന്നുവെന്ന്. അതെ, ജോധയ്ക്കാണ് നാം വാക്കുകൊടുത്തത് അമീറിനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. നമ്മൾ രാജാക്കന്മാർ വാക്കു പാലിക്കുക തന്നെ ചെയ്യും. നാം ജലാലിന് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് നാം പാലിക്കും. അതുകൊണ്ട് അമീർ സുരക്ഷിതമായിരിക്കും. അതിനു പകരമായി നമ്മുടെ ജോധ മുഗൾ വംശത്തിന്റെ റാണിയായി മാറും. പിതാശ്രീ, ഞാൻ പറയുന്ന ഒന്നും പറയണമെന്നില്ല. ഇനി ഒരു വാദവുമില്ല. ഇനി അമീറിൽ സംഭവിക്കുന്നത് അത് ജോധയുടെ വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകളായിരിക്കും. നീ അറിഞ്ഞോ? മഹാരാജാവ് രാജകുമാരി ജ്യോതിയുടെ വിവാഹം മുഗൾ വംശത്തിന്റെ ഷെഹൻഷാ ജലാലുദ്ദീനുമായി ഉറപ്പിച്ചിരിക്കുകയാണ്. എന്റെ ഭഗവാനെ, ഇക്കാര്യം ജ്യോതി അറിയുമ്പോഴുള്ള അവസ്ഥ എന്താണ്? രക്തം വന്നിരിക്കുന്നു, എന്നാൽ രേഖകൾ മാഞ്ഞു പോകുന്നേയില്ല. ജോധായുടെ വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തൂ. സമയം വളരെ വളരെ കുറവാണ്. നിനക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. മേനാവതി, സ്വയം സമാധാനിക്കൂ. എന്താ സംഭവിച്ചതമ്മേ? എല്ലാവരും പോകൂ. അദ്ദേഹം എന്തിനാ ഇങ്ങനെ ചെയ്തത്? മേനാവതി, ഈ സമയം നമ്മൾ ജ്യോതിയെ സമാധാനിപ്പിക്കണം. ഭാർമൽ വചനബദ്ധനാണ്. ഇപ്പൊ നമ്മുടെ പക്കൽ മറ്റൊരു മാർഗവും ഇല്ല. ഞാൻ എന്തെല്ലാം ചെയ്തു അമ്മേ. ശകുനിയുടെ ഭാവി പ്രവചനം ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും തെറ്റാണെന്ന് വരുത്താൻ. പക്ഷെ നാം ഇവിടെ തോറ്റുപോയി അമ്മേ. ഒന്ന് സമാധാനിക്കൂ എന്റെ മകളെ. എന്താണോ സംഭവിച്ചത് അതെങ്ങനെ ഇല്ലാതാക്കുന്ന അമ്മേ? ആ ശകുനി ഭായിയുടെ ഭാവി പ്രവചനം സത്യം ഇല്ലാതാക്കുന്നത് എങ്ങനെയാ അമ്മേ? പറയൂ അവിടുന്ന്. നമ്മുടെ മകൾക്ക് എങ്ങനെയാണ് മുഗൾ വംശത്തിലേക്ക് പോകാൻ സാധിക്കുക അമ്മേ? എങ്ങനെയാ പോകാൻ സാധിക്കുക? സ്വയം സമാധാനിക്കൂ മേനാവതി, ധൈര്യമായിരിക്കും. എവിടെ നിന്നാണ് ധൈര്യം ഉണ്ടാക്കുക? എങ്ങനെ സഹിക്കും? നമ്മുടെ മകളുടെ കാര്യം. ഏത് ജലാലിന്റെ ശിരസാണോ ഛേദിച്ചവൾ കാളി മാതാവിന്റെ പാദത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിച്ചത്, അതേ ശിരസിൽ വരണമാല്യം ചാർത്താൻ പോകുകയാണ് അവൾ. എങ്ങനെയാ പറയുക? എങ്ങനെയാ അമ്മ അവളോട് പറയുക? നമ്മൾ
അറിഞ്ഞോ മോത്തി? പിതാശ്രീ ജ്യേഷ്ഠന്മാരോടൊപ്പം എല്ലാ വീരസൈനികരെയും സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വാർത്ത നമ്മുടെ അമീറിന് മറ്റെന്താണ് ഉണ്ടാകേണ്ടത്? മോത്തി, ഈ മിട്ടുവും നിന്നെ പോലെ തന്നെ നമ്മുടെ അടുത്ത ചങ്ങാതിയാണ്. പക്ഷെ ഇപ്പൊ ഇവളും നിന്നെ പോലെ തന്നെ നമ്മോടൊപ്പം എപ്പോഴും കഴിയുകയില്ല. കാരണം നാം ഇവളെ സ്വതന്ത്രയാക്കുകയാണ്. നമ്മുടെ ജ്യേഷ്ഠന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പിന്നെ ഈ പാവം തടവിൽ കഴിയുന്നത് എന്തിനാണ്? നമുക്ക് പറവകൾ ആകാശത്ത് പറക്കുന്നതിലും ഇഷ്ടം കൂടുകളിൽ കഴിയുന്നതാണ്. നാം വളരെ സന്തോഷത്തിലാണ്. അമീറിൽ നമ്മുടെ നിക്കാഹിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടാകും. ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. നാമുമായുള്ള നിക്കാഹിന്റെ വിവരമറിയുമ്പോൾ രാജകുമാരി ജ്യോതിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസം കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. മുബാരക് ജലാൽ, ഇതാ മധുരം കഴിച്ചാലും. അപ്പോൾ അവിടുന്ന് എത്തിക്കഴിഞ്ഞു. ഷെഹൻഷാ നിക്കാഹ് കഴിക്കാൻ പോവുകയല്ലേ, മധുരം കഴിച്ചാലും. ഇതെന്താണ് വല്യുമ്മ? ഇതിൽ മധുരത്തിന് പകരം ഉപ്പാണ്. ഇക്കാര്യം തന്നെയാണ് അങ്ങയെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിച്ചത് ജലാൽ. എപ്രകാരം ഈ പലഹാരത്തിൽ ഉപ്പിന് യാതൊരു സ്ഥാനവുമില്ലയോ, അപ്രകാരം രാജകുമാരിക്ക് മുഗൾ വംശത്തിൽ യാതൊരു സ്ഥാനവുമില്ല. നമുക്ക് തോന്നുന്നത് അങ്ങ് ജ്യോതിയെ നിക്കാഹ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ്. അവിടത്തേക്ക് അവളെ അന്തപുരത്തിൽ ദാസിയാക്കി ഉപ്പുരസമുണ്ട്. എന്താണോ ഉപ്പിൽ നിന്ന് ലഭിക്കുന്നത് അത് ഒരിക്കലും മധുരത്തിലുണ്ടാകില്ല. ആദ്യം നമുക്കും വളരെ വിഭിന്നമായി തോന്നി. എന്നാൽ വ്യത്യസ്തമായ ഒന്ന് സ്വന്തമാക്കുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്.